ആർ ഇല്ലയോ എന്നുള്ളത് ഒന്നും തർക്കമാകുന്നില്ല. എങ്കിലും അനുമോളുടെ വിജയം അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു വിജയമാണ്. അത് അനുമോൾ ഒരുപാട് കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവോ നെഗറ്റീവോ. എന്തായാലും ശരി, ബിഗ് ബോസ് ഈ ഒരു സീസൺ റീച്ച് ആവുന്നതിന്റെ ഒരു 90% അനുമോളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമ്മാതിരി കോണ്ടന്റ് ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തതും അനുമോളാണ്. ഡിസേർവിംഗ് ആണ് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഇതിൽ PR-ന്റെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. വോട്ട് ക്യാൻവാസിംഗ് നടന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാ മത്സരാർത്ഥികളും ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിൽ അനുമോൾക്ക് അത് ചെയ്യേണ്ടി വന്നു, ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ അതിനുശേഷം അനുമോളുടെ സക്സസിന് ശേഷം ആരെയും കരിവാരി തേക്കില്ല എന്ന് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞത് ഏറെക്കുറെ ശരിയാകുന്ന ഒരു മട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണമുണ്ട്, ഒരിടത്തും വന്നിട്ട് അങ്ങനെ ഇന്ന ആൾ അങ്ങനെ ചെയ്തു, ഇന്ന ആൾ അങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല. പകരം അനുമോൾക്കെതിരെ സംസാരിക്കുന്നവരുടെ താഴെ വന്നിട്ട് അനുമോളുടെ ഫാൻസോ ആരാധകരോ അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഈ പറയുന്ന അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുള്ള കമന്റ് ഇടുകയും മറ്റു മത്സരാർത്ഥികളെ കരിവാരി തീൽക്കുന്നു അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ ബുള്ളി ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അനുമോൾ നേരിട്ട് ഒരു മത്സരാർത്ഥികളെയും മോശമായിട്ട് പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ശരി, ഇപ്പോൾ ഇതൊന്നും അല്ല ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് മാറി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഒരു കേരളത്തിന്റെ എന്തോ വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ചെന്നൈയിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു തിരക്കുണ്ട്. അതെല്ലാവരുടെയും ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു തിരക്ക് അവിടെയുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കും, ഇത് ആരായി വന്നിറങ്ങുന്നേ എന്നൊരു ചോദ്യം വരും. ഭയങ്കരമായിട്ടും ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് പൂമാലയൊക്കെ ഇട്ട് വലിയൊരു ആഘോഷമായിട്ടൊക്കെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു ചടങ്ങൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, മീറ്റ് ആൻഡ് ഗ്രീറ്റ് അനുമോൾ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള അനുമോളെ ആദരിക്കുന്ന, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ സദസ്സാണ്. അതിന് കാരണമുണ്ട് അങ്ങനെ പറയാൻ. ഒരു ഫ്രീ എൻട്രി ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന നവംബർ 16 സൺഡേ രാവിലെ 10 മണിക്ക് അങ്ങനെ ഒരു വലിയ ചടങ്ങ് വെച്ചിരിക്കുകയാണ്. ശരിക്കും ഇത് എറണാകുളത്താണ്. അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അനുമോളുടെ തന്നെ ഓൺ പേജിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു സംഭവം അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ 6 വരെ കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു ഫാൻ അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനുമോളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സദസ്സ് അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്.